എൻ്റെ യൂട്യൂബ് ചാനലുകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തരായ മത്സരാർത്ഥികളാണ് ജിൻഡോയും അഭിഷേകും. തുടക്കം മുതൽക്കു തന്നെ ശക്തനാണെന്ന് തെളിയിച്ച താരമാണ് ജിൻഡോ. വിവാദങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരുമ്പോഴും ആരാധകരെ നേടിയെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പുകളിൽ താല്പര്യം കാണിക്കാതെ ഒറ്റയ്ക്ക് കളിക്കുന്ന താരമാണ് ജിൻഡോ. അതേസമയം അഭിഷേകാകട്ടെ ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത് വൈൽഡ് കാർഡിലൂടെയായിരുന്നു. തുടക്കത്തിൽ അഭിഷേക് അകത്തും പുറത്തും വിമർശനങ്ങളാണ് നേടിയത്. എന്നാൽ പതിയെ ജനപ്രിയനായി മാറുകയായിരുന്നു അഭിഷേക്. ഇതിനിടെ അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ കത്ത് വൈറലായി മാറി. ഇതാണ് അഭിഷേകിനെ വില്ലനിൽ നിന്നും നായകനിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ടോപ്പ് 5-ൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് അഭിഷേക്. ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അഭിഷേകിന് സാധിക്കുന്നു. ഇതിനിടെ ഇന്നലെ അഭിഷേകും ജിൻഡോയും തമ്മിൽ ടാസ്കിനിടെ വഴക്കുണ്ടായിരുന്നു. പ്രശ്നം അവിടെ തന്നെ പരിഹരിച്ചുവെങ്കിലും അത് ജിൻഡോയ്ക്കെതിരെയുള്ള പ്ലാൻ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് വായിക്കാൻ നമുക്ക്. ജാസ്മിനെ ഇഷ്ടമില്ലാത്ത ഭൂരിപക്ഷ ഓഡിയൻസും ആദ്യം ജിൻഡോയിലേക്കും പിന്നെ ജിൻഡോ അൻസിബ അഭിഷേകിലേക്കും മാറി. അൻസിബ ബിഗ് ബോസിൻ്റെ പടി ഇറങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ കൂട്ടിയെങ്കിലും ബിബിയിൽ തുടരുന്ന അഭിഷേക് സപ്പോർട്ട് ചെയ്തവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് ഇപ്പോൾ ബിബിയിൽ കാഴ്ചവെക്കുന്നത്. ജിൻഡോ എന്ന വലിയ മനുഷ്യൻ്റെ വില ഈ അവസാന നാളുകളിലാണ് ശരിക്കും തിരിച്ചറിയുന്നത്. അമ്മയ്ക്ക് എഴുതിയ കത്താണ് അഭിഷേകിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത്. പിന്നീട് ഫിസിക്കൽ ടാസ്കും അത്രയും അക്രമാസക്തമായാണ് അഭിഷേക് ചെയ്തത്. ഫാമിലി ടാസ്കിൽ അനിയത്തി പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ്, നീ ആരേലും എന്തേലും ചെയ്യുമോ എന്ന്. യെസ്, ഇപ്പോൾ പേടി എല്ലാവർക്കും വന്നു. മുൻപ് അവസരയെ ഇട്ടപ്പോഴും ജിൻഡോയെയും ജാസ്മിനെയും കുടഞ്ഞു ഇട്ടപ്പോഴും ഇല്ലാതിരുന്ന ഭയം ഇന്നലെ നിസ്സാരമായ ടാസ്കിൽ ജിൻഡോയുടെ കഴുത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ വന്നു. എല്ലാം ചെയ്തിട്ടും ഒന്നും ചെയ്തില്ലെന്ന വിധത്തിൽ രണ്ടു കൈ പൊക്കി പിടിച്ചിട്ട് കാര്യമില്ല. രാത്രി നന്ദനയോട് അഭിഷേക് പറഞ്ഞു, പ്ലാൻ ചെയ്തു, ജിൻഡോയെ കളിക്കാൻ വിടാതെ ഔട്ടാക്കിയതാണ്. ഇത്രയും ഭീരുവാണോ അഭിഷേക്? ഇത്രയും ആൾക്കാർ ജിൻഡോ എന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കാൻ നോക്കുന്നെങ്കിൽ ജിൻഡോ ജയിക്കാതിരിക്കാൻ അകത്തും പുറത്തും ഒരുപോലെ ഗ്രൂപ്പ് കളിക്കുന്നു എങ്കിൽ എന്തുമാത്രം ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ. പ്രേക്ഷക മനസ്സുകളിൽ ഒരേ ഒരു വിന്നർ, അത് ജിൻഡോ മാത്രം.